അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. പരിശുദ്ധമായ റമളാന്റെ ചില മസ്അലായിട്ട് ഇക്രീൻ്റെ ചൊല്ലുക ഉദ്ദേശിക്കരെ. ഒന്നാമത് ഖളാ. ബേനുമേട്ട് ഒരാൾ നോമ്പ് വിട്ടെങ്കിൽ അയാൾ ഖളാ വീട്ടൽ റമളാൻ തീനപ്പമേ എന്താക്കണം, അയാൾ ഖളാ വീട്ടണം. ഒരാൾ മനഃപൂർവ്വക്കല്ല, ഉദാഹരണത്തിന് നീയത്ത് ജാവും മറന്നിരി, അങ്ങനെ ആകുമ്പോൾ അയാൾ നോമ്പ് പിടിച്ച പോലെ വേണു. നീയത്ത് മറന്നിരി ചെന്നിട്ടു അയാൾക്ക് നോമ്പ് പിരിച്ച പോലെ റമദാൻ്റെ ഉറുമത്തിലെ ബഹുമാനം കാത്തിട്ട് അങ്ങനെ മെയ്ക്കണം. എല്ലാവരും നോമ്പ് പിരിച്ച പോലെ മെയ്ക്കണം. എന്നിട്ട് ആ നോമ്പ് കളാ വീട്ട അയാൾക്ക് നിർബന്ധ ചെന്നെങ്കിൽ അപ്പമേ കളാ വീട്ട നിർബന്ധമില്ല. നോമ്പ് തീനപ്പമേ നെക്സ്റ്റ് റമദാൻ പണ്ടേക്ക് മുന്നോൽ കളാ വീട്ടി മെയ്. ഇനി ഒരാൾ കളാ വീട്ടത് പിറവാക്കിയെങ്കിൽ, ഒരു വർഷം പിറവാക്കിയെങ്കിൽ എന്താക്കണു, ഒരു വർഷം പിറവാക്കിയ കാരണത്താൽ പണ്ട വർഷം റമദാൻ്റെ പണ്ടേക്ക് മുന്നോൽ കളാ വീട്ടില്ല, നെക്സ്റ്റ് ആയിട്ട് പിന്നത്തെ വർഷമായിട്ട് കളാ വീട്ടുണ്ടായെങ്കിൽ കളാ വീട്ടണു. ഒരു മുദ്ദ അരിയും കൊടുക്കണം, 650 ഗ്രാം അരിയും എന്തായിട്ട് കൊടുക്കണം. അങ്ങനെ 10 വർഷം പിറവാക്കിയിട്ട് കളാ വീട്ടിയെങ്കിൽ 10 എന്താണ് മുദ്ദു, 650 പ്ലസ് 10 6.5 kg ആയാലും എന്താണ് അരി റായത്തെ സ്വന്തം റായത്തെ കമ്മിയാവണു. ഫക്കീർ മിസ്കീനുകൾക്ക് എന്താണ് കൊടുക്കണം. പിന്നെ നീയത്ത് ഒന്ന് ഫർലിൽപ്പെട്ട ഒന്നായിട്ട് നീയത്ത് രണ്ടാമത് നോമ്പ് മുരിയുടെ കാര്യത്തോട് കെയർഫുൾ ആക്കണുണ്ട്. നീയത്ത് അയാൾ ജാവുകേ ബൈക്കണം നീയത്ത്. പിന്നെ എല്ലാ ജാവുകും അയാൾ എന്താക്കണം, നിർബന്ധമായിട്ട് നീയത്ത് ബൈക്കണം. മനസ്സിൽ കരുതിയെങ്കിൽ മീയോട് ബായിൽ ചൊല്ലുന്നത് സുന്നത്തായിട്ട് കയറി. നോമ്പ് മുരിയുടെ കാര്യത്തോട് കെയർഫുൾ ആക്കണം, നോമ്പ് മുറിയാത്ത പോലെ വേണം. പിന്നെ സംയോഗ ഒരാൾ ഭാര്യ ഭർത്താവ് ഉണ്ടായിട്ട് എന്നിട്ട് അയാൾക്ക് കുലിക്കോകു ആയില്ല, ആ ടൈമിൽ ബാങ്ക് കൊടുത്താൽ പിന്നെ കുളിച്ചെങ്കിൽ നോമ്പ് സഹിയാവും, നോമ്പുകൊന്നും പ്രോബ്ലം ഇല്ല. ഹൈള് ഒരു പെണ്ണുക്ക് ഒരു 5 മിനിറ്റ് 3 സ്റ്റോപ്പായത്രേ ബാങ്ക്. എന്നിട്ട് ആ പെണ്ണ് നീയത്ത് വെച്ചിട്ട് കുലിക്കോ ടൈമില്ല, എന്നിട്ട് ബാങ്കിൽ പിന്നെ കുളിക്കരെങ്കും നോമ്പുകൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ തുപ്പുനീർ എത്ര പേരെങ്കും മുളിങ്ങെങ്കും നോമ്പ് മുറിയല്ല. തുപ്പുനീർ ഒരു ഔഷധമായിട്ട് കയറി. അതിനങ്ങ് ഫ്രൂട്ട്സ് എല്ലാം തിന്നുമ്പോൾ ഫ്രൂട്ട്സിൽ മിക്സ് ആയിട്ട് ഇങ്ങനെ പോകണം, എല്ലാ ഫുഡിലും അത് ഔഷധമായിട്ട് കയറി. ആ ഇത് തുപ്പുനീർ ചൊല്ലത് അതിൽ വേറെ കഫമാ വേറെ മിക്സ് ആയിട്ട് ഇന്നെങ്കിൽ മാത്രം തുപ്പണം. കഫ എന്നങ്ങ് മുളുങ്ങോക്കു തീര, പിന്നെ ചോര മിക്സ് ആയിട്ട് ഇന്നെങ്കിൽ മുളുങ്ങോ തീര, അത് തുപ്പണം. അല്ലെങ്കിൽ തുപ്പുനീർ എന്താക്കണം, ഇതാക്കണം. പിന്നെ നോമ്പുര ടൈമിൽ ഉച്ചൽ പിന്നെ പല്ല് തേക്കുന്നത് കറാത്തായിട്ട് കയറി. പക്ഷേ ഒരാൾ ഉറങ്ങിയിട്ട് എഞ്ചിട്ട് ബായെല്ലാം നാറ് അയാൾക്ക് ഒരു നിർബന്ധമായിട്ട് ഒരാളുടെ മുണ്ടോണുണ്ടി പണ്ട് ഭയങ്കര സ്മെൽ, അത്രയും സന്ദർഭത്തിൽ പല്ല് തേക്കാണ്ടുണ്ട്, തൊന്തരയില്ല നിർബന്ധ സാഹചര്യത്തിൽ. പിന്നെ കാറത് ബേനുവേണ്ട കാര്യമെങ്കിൽ മാത്രം തൊണ്ട കയ്യിലിട്ട് ബേനുവേണ്ട കാര്യം പോയെങ്കിൽ നോമ്പ് ബാത്തിലാവും, ഓട്ടോമാറ്റിക് കാര്യം പോയെങ്കിൽ നോമ്പ് ബാത്തിലാവല. പിന്നെ ഒരു പെണ്ണുങ്ങൾ ടേസ്റ്റ് നോക്കും, ഒരു ഫുഡ് നാവൂൽ വെച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കിയെങ്കിൽ നോമ്പ് മുറിയല. പക്ഷെ ഒരു തെല്ലാങ്ക് ഒരു അംശ ബാത്ത് പോയെങ്കിൽ നോമ്പ് മുറിയും. നോമ്പിൽ സ്വപ്നസ്കലനം ഉണ്ടായെങ്കിൽ നോമ്പ് മുറിയല. ഫുഡ് ഒരു കിടാവുകു ചവച്ചിട്ട് കൊടുക്കേണ്ടി വന്നത്, വേറൊരു മാർഗമൊന്നും ഇല്ല. അങ്ങനെ നിർബന്ധ സാഹചര്യം അങ്ങനെ വന്നെങ്കിൽ അയാൾ ചവച്ചിട്ട്, ഒരു പെണ്ണ് ചവച്ചിട്ട് കൊടുത്തെങ്കിൽ, അങ്ങനെ ചവച്ചിട്ട് കൊടുത്തെങ്കിൽ നോമ്പുകൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു തെല്ല അംശങ്ങൾ ബാത്ത് പോകത്തീരാൻ മാത്രം. പിന്നെ കുലി, നിർബന്ധമായ കുലിക്കുമ്പോൾ കാത്തുള്ള തണ്ണി പോയെങ്കിൽ നോമ്പ് ബാത്തിലാവല്ല. പക്ഷേ ഒരാൾ ബെയിലേക്ക് സെക്കേക്ക് തലക്ക് തന്നി വീട്ട് കുലിച്ചെങ്കിൽ കാത്തുള്ള തണ്ണി പോയെങ്കിൽ നോമ്പ് ബാത്തിലാവും. അപ്പം ഭയങ്കര കെയർഫുൾ ആക്കണം അങ്ങനെ കുലിക്കുമ്പോൾ. പിന്നെ തലയുടെ കീഴിലേക്ക് കുലിക്കുമ്പോൾ അങ്ങനെ തന്നി പോകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ. പിന്നൊരു വിഷയം എങ്കിൽ ജുമാത്ത കുലിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ കാതുകായിട്ട് കരുതി കുടിച്ചൊന്ന് ബീത്തിൽ കളിக்கிறല്ല. കുലിക്കുമ്പോൾ എങ്ങനെ പൂണ്ട് പോയിട്ട് കാതുകളൊക്കെ പോയിട്ട് എന്തെങ്കിലും ബാത്തിലാവല. പിന്നെ നോമ്പുകൾ ഗീബത്ത് കളവ് അതിതെല്ലാം പറഞ്ഞ് നോമ്പ് മുറിയല. പക്ഷേ അത് ഗീബത്ത് കളവ് ചെന്നേക്ക് അതൊക്കെ പണിഷ്മെന്റ് ഉണ്ട്, വലിയ ശിക്ഷ ഉണ്ട്. അല്ലാണ്ട നോമ്പുറെ പ്രതിഫലം നഷ്ടപ്പെടും അത്. പിന്നെ സെൻറ്റ് അത്താലത്തെ ടൈമിലെല്ലാം സെൻറ്റ് ഇടക്ക് സുന്നത്തെ, ജാവുകെല്ലാം സെൻറ്റ് ഇടക്ക് സുന്നത്ത്. നോമ്പുറെ ജാവുക എല്ലാ ജാവുകും കുലിക്കൊക്കെ സുന്നത്ത്, നോമ്പുറ് പ്രത്യേക സുന്നത്തുണ്ട്. ആയെങ്ക ഈ സെൻറ്റ് ഞങ്ങൾ പിന്നെ ഇട്ടത് നോമ്പുറെ പോൽമേണ സെൻറ്റ് ഇടക്ക് തീര, സെൻറ്റ് ഇടക്ക് തീര, സുറുമിടക്ക് തീര, സെൻറ്റ് ഇടക്ക് തീര, സുറുമിട നോമ്പുറെ ഇട തീര. ഇനി സെൻറ്റ് ജാവുക അത്താലത്തെ ഇട്ടത് പിന്നെ 10 8 മന്തുണ്ടിന്നെങ്കിൽ അത് പ്രോബ്ലം ഇല്ല.
പിന്നെ ആ മുസ്ലിം കാഫിർക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല. കാഫിറാങ്ക് ഫുഡ് കൊടുക്കില്ല. നോമ്പുറ ടൈമിൽ ഫുഡ് കൊടുക്കുക തീരാ. പിന്നെ അത്താലെന്നുണ്ടത് ഒരാൾ ജാവുകു വരങ്ങുമ്പോൾ വിലയിട്ട് ദ്വരിക്കണ്ട എത്തി എന്നിട്ട് അയാൾ എന്താ ഇത് നീയത്ത് വെച്ചിട്ട് ഒരു തണ്ണി കുടിച്ചിട്ട് ഈ തവല തിന്ത് അത്താലത്ത് എന്തെങ്കിലും അത്താലാവിടത്. പക്ഷേ അത്താലത്ത് ഏറ്റവും നല്ല ടൈമു ബാങ്ക് 23 ഏറ്റവും ഉത്തമമായ ടൈമു പരിശുദ്ധ ഇസ്ലാം ചെന്ന് ആ ടൈമു വറങ്ങിയിട്ട് എനിക്കൊന്നുണ്ടൊന്നുമില്ല. അത്താലത്ത് വറങ്ങാണ്ട് ഒരാൾ ഇത് ജാവ് കൊതിയോണ്ടിൻ്റെ എന്നിട്ട് എന്തെങ്കിലും തിണ്ടെങ്കും അത്താലാവിടും. ഇനി ഒരാൾ രോഗ ഏജ് ഒരാൾക്ക് രോഗ ഷിഫയുടെ സാധ്യത ഇല്ലാത്ത രോഗം അല്ല അതിലെ മരിക്കു പോകും. അല്ലെങ്കിൽ അയാൾക്ക് ബയസ്സായാലും ബയസ്ക്ക് ചിലപ്പോൾ ഷിഫയാവില്ലല്ലോ, ബയസ് ചിലത് ഗുണമാവുകയൊന്നുമില്ല. പിന്നെ ആരെ മേൻ പോണ്ടേ അത് കാരണത്താൽ അയാൾ കാല് മുദ്ദ് കൊടുത്തേ മെയ്യ അവിടെ കാരണം കള്ളാ വീട്ടൊക്കാവില്ലല്ലോ അയാൾക്ക്. അപ്പം അങ്ങനത്തെ എന്താക്കിയ മെയ് കാല് മുദ്ദ് കൊടുത്ത മെയ്യ്. പിന്നെ ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ് ഇൻഷാല്ല കണ്ടിന്യൂ ആക്കുക. അള്ളാഹു ചെന്നതും കേട്ടവർ സ്വാലിഹാരം സ്വീകരിക്കട്ടെ. പിന്നെ ഒരു പ്രത്യേക കാര്യം മൂക്കുരു കാതിൽ എന്തും ഇട്ടത് ഇട്ടെങ്കിൽ നോമ്പ് മാത്തിലാവും. കാത് ബഡ്സ് ഇതെല്ലാം ഇടാറല്ലേ ക്ലീൻ ആക്കും. തുറന്ന ദ്വാരത്തിൽ കൂടിയിട്ട് എന്തെങ്കിലും ഇട്ടെങ്കിൽ അതൊക്കെ മറന്തി വീത്തിയെങ്ക നോമ്പാത്തിലാവും. പക്ഷേ കൈക്ക കാൽക നിർബന്ധ സാഹചര്യത്തിൽ ഇഞ്ചക്ഷന ഗുൽഗൂസ കൊടുക്കേണ്ടി വന്നെങ്കിൽ നോമ്പ് മുറിയല. കാരണം തുറന്ന ദ്വാരം അല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിയല. അള്ളാഹു ചെന്നത് സ്വാലിഹാരം സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.